ഇഞ്ചക്ഷൻ എടുത്ത് ഫേക്ക് മസിൽ ഉണ്ടാക്കി സൈഡ് എഫക്റ്റ് വന്ന ഒരു മുക്കുവണ്ടം. ആ സൈഡ് എഫക്റ്റ് കൊണ്ട് പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തോ ഭയങ്കര സംഭവമായിട്ട്. അതായത് ഇത് വല്ലാത്തൊരു അധപ്പതനം തന്നെയാണ്. അതായത് പണ്ട് കാലത്ത് ഈ ഇഞ്ചക്ഷൻ എടുത്ത് മറ്റേ ഫേക്ക് ബോഡി ഉണ്ടാക്കും, എന്നിട്ട് അത് കാണിക്കും. ഇപ്പോൾ സൈഡ് എഫക്റ്റ് വന്ന ആ സൈഡ് എഫക്റ്റും കൊണ്ട് തന്നെ കാണിക്കുകയാണ്. അതായത് സ്റ്റെറോയിഡ് കുത്തി സൈഡ് എഫക്റ്റ് ഒക്കെ വരുന്ന സാധാരണ കാര്യം, അതിലൊന്നും പ്രശ്നമില്ല, കുറേ ഫേക്ക് മസിൽ ഉണ്ടാക്കിയാൽ മതി എന്നുള്ള ചിന്താഗതിയാണ്. ഞാൻ ആലോചിക്കുകയായിരുന്നു ആ ഒരു ബ്രോൺസ് എയറെക്കുറിച്ച്. ആരോഗ്യത്തിനും ശരീര സൗന്ദര്യത്തിനും വേണ്ടി ലോകത്ത് നിലവിൽ വന്ന ബോഡി ബിൽഡിംഗ് എന്ന് പറയുന്ന ആ ഒരു സ്പോർട്സ് എത്ര കൂപ്പുകുത്തിയ എത്ര മോശപ്പെട്ട സ്ഥിതിയിലാണ് ഇന്ന് വന്നിരിക്കുന്നത്. അതായത് ഇഞ്ചക്ഷനും കൊണ്ട് നേരെ അങ്ങ് ഇരിക്കേണ്ട, ആ ഇഞ്ചക്ഷൻ കുത്തു ഫേക്കായിട്ട് ബോഡി ഉണ്ടാക്കൂ. അതായത് മറ്റേ കാറ്റത്ത് ബലൂൺ അടിക്കും പോലെ. എന്നിട്ട് സൈഡ് എഫക്റ്റ് വന്നാൽ അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ സാധാരണ കാര്യമാണ്. അങ്ങനെയാണ് സ്റ്റെറോയിഡ് കുത്തി വരുന്ന സൈഡ് എഫക്റ്റ് ഒക്കെ സാധാരണ കാര്യം. ജീവിതം ഒന്നല്ലേ ഉള്ളൂ, അവൻ്റെയൊക്കെ ഡയലോഗാണ്, ഒരു ജീവിതമല്ലേ ഉള്ളൂ, എന്നിട്ട് സിംഹത്തെ പോലെ ജീവിക്കണോ. എനിക്കിതൊക്കെ കണ്ടിട്ട് ചിരിയാണ് വരുന്നത്. അവൻ്റെ മ്യൂസിക് മറ്റേ കോപ്പി റൈറ്റ് വരും, അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. ഭയങ്കര മ്യൂസിക്കൊക്കെയാണ് ഇട്ടിരിക്കുന്നത്, ഇടിവെട്ട് മ്യൂസിക്. കഷ്ടം തന്നെയാണ് കാണുമ്പോൾ പോലും. നമുക്ക് എന്ത് പറയാൻ, ഒരു അൺഅട്രാക്റ്റീവ് ഫീലിംഗ് ആണ്. ഈ എത്ര ഫേക്ക് മസിലാണെങ്കിൽ ആ സ്കിന്ന് മൊത്തം കണ്ടില്ലേ സ്റ്റെറോയിഡിൻ്റെ സൈഡ് എഫക്റ്റ്. കഷ്ടം തന്നെയാണ്. ഇത് ബോഡി ബിൽഡിങ്ങിൻ്റെ അധപ്പതനം തന്നെയാണ്.